ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിലുള്ള ഡെറിവേറ്റീവ്സ് എന്നൊരു ചെറിയ ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക് അല്ല, അത്യാവശ്യം വളരെ വലിയൊരു ടോപ്പിക്കാണത്. വളരെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഡെറിവേറ്റീവ്സ് ഓഫ് സം സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ഡീപ്പായിട്ട് കയറി ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കുറെ ഫങ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണാനായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കുക. അപ്പൊ തീരെ ഡീപ്പായിട്ട് നമ്മൾ ലോഗരിതം വെച്ച് ചെയ്യുന്നതും അങ്ങനെ തീരെ ഡീപ്പായിട്ട് പോകുന്ന ടൈപ്പ് നമുക്ക് ചോദിക്കുന്ന സാധ്യത കുറവാണ്. എന്നാലും കുറച്ച് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിന്റെയും പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം എന്താ പറയാ SSC UPSC നിലവാരത്തിലുള്ള കുറച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് പറഞ്ഞ് എന്ത് ചെയ്യാം പോവാം. ഓക്കെ, തീരെ ഡീപ്പായിട്ട് പോകുന്നില്ല. നമുക്ക് ആ സിലബസ് പറഞ്ഞിട്ടുള്ള തന്നെ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിന്റെ കുറെ ഡെറിവേറ്റീവ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം ഒക്കെ നമുക്ക് ഒന്ന് ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലം അല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ചെയ്ത് പോവാം. ഓക്കെ, അല്ല തീരെ ഡീപ്പായിട്ട് പോയാൽ നമുക്ക് സമയം അത്രയും പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ, അത്രയും പോണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ഒരു PDF ഒന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ PDF നിന്നുള്ള ഈ ഒരു ടേബിള്, അതായത് മെയിനായിട്ടും കുറെ ഫങ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഡെറിവേറ്റീവ്സ് എന്ത് ഒന്ന് പഠിക്കുക പറഞ്ഞിട്ടില്ല, മാക്സിമം പഠിച്ചിട്ട് വീഡിയോ കാണുന്നതിനും നല്ലത്. ഓക്കെ, അപ്പോൾ ആ ടേബിളിലുള്ള അത്രയും ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ്സ് ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറയാണ്. ഓരോ ഫംഗ്ഷനിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്താ കോസ് എക്സ്. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. ടാൻ എക്സ് ആണെങ്കിലോ സീക്ക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. സീക്ക് എക്സ് ആണെങ്കിലോ സീക്ക് എക്സ് ടാൻ എക്സ്. കോട്ട് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇത്രയും ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പഠിച്ച് ചെയ്യാം. പിന്നെ എക്സ് റൈസ് ടു എൻ ആണെങ്കിലോ എക്സ് റൈസ് ടു എന്നിന്റെ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. എന്തോ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇത് വെച്ച് എന്ത് ചെയ്യാം, പല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ഒന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയോടാ. ഇപ്പോ എക്സ് റൈസ് ടു എൻ വെച്ചിട്ട് ഇപ്പം ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇപ്പോ എക്സ് സ്ക്വയർ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമ്പോ ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് വിചാരിക്കും. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോ നമ്മൾ ഇക്വേഷൻ എന്താ, എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഈക്വൽ എന്താ, സോറി എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണല്ലോ. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണല്ലോ. അപ്പോൾ ഡെറിവേറ്റീവ് ആണ് ഇവിടെ എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സ് റൈസ് ടു 2 അല്ലേ. അതായത് ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്, എന്നിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പം 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് വൺ. ഓക്കെ ആണോ. അപ്പൊ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് വൺ എന്ന് പറയുമ്പോൾ 2 എക്സ് റൈസ് ടു 2 മൈനസ് വൺ ഉണ്ടല്ലേ, അതായത് 2x എന്ന് കിട്ടും. ക്ലിയർ ആയോ. ഓക്കെ, ഇപ്പോ എക്സ് റൈസ് ടു 10 ഇതിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് ചോദിക്കാൻ. അപ്പൊ എന്ത് ചെയ്യാം, 10 ഇൻറ്റു എക്സ് റൈസ് ടു 10 മൈനസ് വൺ എത്ര കൊടുത്താൽ മതി ഇവിടെ, 9 കൊടുത്താൽ മതി. ഓക്കെ, 9 ഉണ്ടോ കിട്ടുമോ. ഇപ്പോ എക്സ് റൈസ് ടു 100 ഡെറിവേറ്റീവ് ചോദിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, 100 ഇൻറ്റു എക്സ് റൈസ് ടു ഒന്ന് കുറയ്ക്കുക 99 കിട്ടുമല്ലോ. അപ്പൊ ഇതുപോലെ എക്സ് റൈസ് ടു എൻ ഫോമിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി അതിൽ തന്നെ 1/x അല്ലെങ്കിൽ എക്സ് റൈസ് ടു 2/3 എക്സ് റൈസ് ടു 2/3 അതിന്റെ ഡെറിവേറ്റീവ് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യടാ, ഈ 2/3 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ഒന്നാണല്ലോ. അപ്പൊ 2/3 മൈനസ് 1 2/3 മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പൊ 2/3 എക്സ് റൈസ് ടു 2/3 മൈനസ് 1 എന്താ, ഇവിടുന്ന് 3 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ 2 മൈനസ് ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1 3 എന്ന് കിട്ടും, ഹോൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഈക്വൽ എത്രടാ, 2/3 എക്സ് റൈസ് ടു 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 ആണ്, ഒന്നല്ല മൈനസ് 1 ആണ്. ഓക്കെ, 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ്. അപ്പൊ -1/3 എന്ന് വരും. കിട്ടോ.
ഇത് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ 2/3 ഈ എക്സ് റൈസ് ടു -1/3 നേരെ താഴെ കൊണ്ടുവരുമ്പോൾ എന്തായിക്കോളൂ, ആ മൈനസ് പറയും പ്ലസ് ആയിക്കോളും കേട്ടല്ലോ. ആ എക്സ് റൈസ് ടു -1/3 നേരെ എന്ത് ചെയ്യും, താഴെ കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ എന്താവും 1/3 ആയിക്കോളും. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് എക്സ് റൈസ് ടു 1/2 എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, അത് √x ആണ് കേട്ടോ, √x. ഫൈൻ ഡെറിവേറ്റീവ് എന്താ √x എന്നോ അങ്ങനെ കാര്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ √x എക്സ് റൈസ് ടു 1/2 ആണ്. അതുപോലെ എക്സ് റൈസ് ടു 1/3 എന്നാണ് ക്യൂബ് √(x) ആണ് കേട്ടോ, ഓർമ്മിച്ചോണേ. ഓക്കെ, ഓർമ്മിച്ചോളൂ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ ചെയ്യാം. ഇനി ഇത് തന്നെ 1/x ഡെറിവേറ്റീവ് ചോദിക്കുകയാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1/x ഈക്വൽ ടു, അവിടെ എന്ത് ചെയ്യാം, 1/x എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ എക്സ് റൈസ് ടു എത്ര എഴുതി, -1 കൊടുക്കാം. 1/x എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു -1, അതായത് 1/, അവിടെ വെറും എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണല്ലോ. ഓക്കെ, അപ്പൊ അവിടെ നേരെ മേലിൽ കൊണ്ടുവന്നാണ്. അപ്പൊ താഴെ എക്സ് റൈസ് ടു 1 ആയിരുന്നു, മെയിൽ വന്നപ്പോ എന്തായി, എക്സ് റൈസ് ടു -1 ആയി. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ, n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണല്ലോ. അപ്പൊ എന്നിന് വരും -1 ഇൻറ്റു എക്സ് റൈസ് ടു n-1, അപ്പൊ -1 കേട്ടോ. n ഇൻറ്റു എക്സ് റൈസ് ടു n-1, n ആണ് -1 കേട്ടല്ലോ. അപ്പൊ -1 മൈനസ് കൊടുത്തായി. ഓക്കെ, എക്സ് റൈസ് ടു -1 എത്ര കിട്ടും, -2 വരും. ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാം, മൈനസ് ഇവിടെ എക്സ് റൈസ് ടു -2 നേരെ താഴെ വരുമ്പോ എന്താവും, x² എന്നാവും. ഓക്കെ, ഓർമ്മിച്ചോ. അപ്പം എക്സ് റൈസ് ടു -1 എന്നോ അല്ലെങ്കിൽ 1/x എന്നോ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ -1/x² ആണ്. ഓക്കെ, നമുക്ക് ഇതേപോലെ 1/x² ചെയ്താണ് -2/x³ കിട്ടിയത് കേട്ടല്ലോ, -2/x³ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഏതോണം എന്ത് ചെയ്യാം, കൂടെ ചെയ്യാം. ഇപ്പൊ 1/x³ 7/x² ചെയ്യണ ശേഷം ഓണം ചെയ്യാം. അപ്പോ ഇവിടെ എക്സ് റൈസ് ടു എന്ത് കൊടുക്കുക, -2 എന്ന് ആദ്യം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്നിന്റെ സ്ഥാനത്ത് -2 ആണല്ലോ. ഇപ്പൊ -2 എക്സ് റൈസ് ടു n-1 വരുമ്പം -2 -1 ഈക്വൽ ടു -2 എക്സ് റൈസ് ടു എത്ര കിട്ടാം, -3 എന്ന് കിട്ടും. അപ്പൊ -2/x³ എന്ന് വരും. ഓക്കെ, കിട്ടുമല്ലോ. അപ്പോ ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പവർ ഇപ്പൊ 1/x³ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഈ 3 ഉണ്ടല്ലോ, അതൊരു മേലൊരു മൈനസ് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർമ്മിച്ച് ചെയ്യാം. അവിടെ മൈനസ് കൊടുത്തിട്ട് നമ്മുടെ പവർ ഉണ്ടല്ലോ, ഇവിടെ 3 ആണ് അല്ലെ, 3 അങ്ങ് മേലിൽ കൊടുക്കാം. ബൈ എക്സ് റൈസ് ടു എത്ര കൊടുക്കുക, ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 1 കൂട്ടി 4 അങ്ങ് കൊടുക്കുക. കിട്ടോ. ഇപ്പൊ 1/x5 ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ആദ്യം ഒരു മൈനസ് കൊടുത്തിട്ട് ആ 5 അങ്ങ് എഴുതുക. ബൈ എക്സ് റൈസ് ടു ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കുക, 6 അങ്ങ് കൊടുക്കുക. എളുപ്പമല്ലേ, ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 1/x11 എങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് ആ 11 കൊടുക്കുക ബൈ എക്സ് റൈസ് ടു 12. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ബാക്കി ഇവിടെ e⁻x ഡെറിവേറ്റീവ് എന്നാണ്, e⁻x തന്നെയാണ് കേട്ടോ. അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് കേട്ടോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പേര് നോമിച്ചതായി. പിന്നെ e⁻x ആകുമ്പോഴോ ആ മൈനസ് കൊടുത്തിട്ട് സോറി ആ PDF e⁻x -e⁻x ആണ് കേട്ടോ. ഒന്ന് തിരുത്തിക്കോണേടാ, e⁻x എന്താണ് -e⁻x ആണ് കേട്ടോ. ആ PDF ഒന്ന് തിരുത്തിക്കോണേ, ടൈപ്പ് മാറിയെന്ന് തോന്നുന്നു. ഓക്കെ, e⁻x -e⁻x ആണ് കേട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. നോട്ട് കിട്ടിയാണ് മിക്കവാറും നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് മെസ്സേജ് ഇട്ടേക്കാം കേട്ടല്ലോ. അപ്പൊ e⁻x -e⁻x ആണ് കേട്ടല്ലോ, ഒന്ന് ഓർമ്മിച്ചോണം. പിന്നെ a⁻x എന്താണ്, a⁻x log a, a⁻x log a. പിന്നെ √x നമ്മൾ നേരത്തെ ചെയ്തല്ലോ, 1/2 √x. ഓക്കെ, 1/2 √x നേരത്തെ ചെയ്തല്ലോ നമ്മള്.
ചെയ്തല്ലോ. ഇവിടെ ചെയ്യില്ലല്ലേ. റൂട്ട് എക്സിന് എന്ത് ചെയ്യുക, 1/2 റൂട്ട് എക്സ് ആണ്. അതായത് റൂട്ട് എക്സിന് എന്ത് ചെയ്യുക അവിടെ, റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേഷ്യോ ഹാഫ് ആണല്ലോ. അപ്പൊ എക്സ് റേഷ്യോ ഹാഫ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് -1 ഇങ്ങനെ വരും. എൻ ഇൻറ്റു എക്സ് റേസ് എൻ -1. എന്നവിടെ ഹാഫ് ആണ് പറയണ്ടല്ലോ. അയ്യോ ഹാഫ് ഇൻറ്റു, ഓക്കെ, ഹാഫ് ഇൻറ്റു എക്സ് റേഷ്യോ ഹാഫ് -1. ഇവിടെ 1/2 എക്സ് റേഷ്യോ ഹാഫ് -1 എന്ന് പറയുമ്പോൾ തിരിച്ച് 1 മൈനസ് ഹാഫ് എത്ര, 1 നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ അരയാണ് ആണല്ലോ. അപ്പൊ 1 നിന്ന് ഹാഫ് മൈനസ് ചെയ്താൽ ബാക്കി ഹാഫ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, തിരിച്ചാണ് ഹാഫ് -1 എന്നാണ്. അപ്പൊ എന്ത് ചെയ്യടാ, ഒരു മൈനസ് ഹാഫ് എന്ന് വരും. 1 നിന്ന് അര കുറച്ച് അര. അപ്പൊ നേരെ തിരിച്ചാകുമ്പോഴോ അരയിൽ 1 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, മൈനസ് ഹാഫ് എന്ന് വരും കേട്ടല്ലോ. ബാക്കി 1/2 ഇവിടെ എക്സ് റേഷ്യോ ഹാഫ് ആണ്. നേരെ വരുമ്പോൾ താഴെ വരുമ്പോൾ എന്താവും, അവിടെ ഇവിടെ എക്സ് റേഷ്യോ മൈനസ് ഹാഫ് ആയിരുന്നു, താഴെ വന്നപ്പോൾ എന്തായി, -1 പ്ലസ് ആയി. ഓക്കെ, ഇക്വൽ 1/2 ഇവിടെ എക്സ് റേഷ്യോ ഹാഫിന് എന്ന് കൊടുക്കുക, റൂട്ട് എക്സ് എന്ന് കൊടുക്കുക. ഇതേപോലെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. പിന്നെ അടുത്തുള്ളത് ലോഗ് എക്സിന്റെ ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, 1/x ആണ് കേട്ടോ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഒന്ന് ഓർമ്മിച്ചിരിക്കുക, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പിന്നെ ലോഗ് 1ന്റെ വാല്യൂ 0 ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ലോഗ് 1ന്റെ ഡെറിവേറ്റീവ് ബന്ധപ്പെട്ട് വരുന്നതല്ല, എന്നിരുന്നാലും ഓർമ്മിച്ചോണം, ലോഗ് 1ന്റെ വാല്യൂ 0 ആണ് കേട്ടല്ലോ. ലോഗ് 1ന്റെ വാല്യൂ 0 ആണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ലോഗ് എക്സിന്റെ 1/x. പിന്നെ എക്സിന്റെ 1 നമ്മൾ ഇക്വേഷൻ കൊടുത്താൽ എക്സ് റൈസ് 10 ഉണ്ടല്ലോ, അതിൽ കൊടുത്താൽ മതി. ഇവിടെ വെറും എക്സ് എന്ന് പറയുമ്പോൾ അവിടെ പവർ എത്ര വരും, അവിടെ എന്നിന്റെ സ്ഥാനത്ത് 1 വരും കേട്ടോ, കൊടുത്താൽ മതിയേ കേട്ടോ. പിന്നെ അതൊക്കെ പറഞ്ഞാൽ 1/x -2/x³ എന്ന് വരും. അതൊക്കെ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. y-യുടെ dy/dx. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്, ഒന്ന് നോക്കി ചെയ്യുക. പിന്നെ ഇൻവേഴ്സിന്റെ കൊണ്ട് അത് താഴോട്ട് പറയാം. ഇതൊക്കെ മെയിനായിട്ട് കുറെ ഒന്ന് കാണാൻ പഠിച്ച് വെച്ചിരിക്കുക. ഈ നമ്മുടെ എക്സ് റേഷ്യോ n വെച്ച് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, കുറെ കണക്കൊന്നും ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ പറഞ്ഞേക്കാം കേട്ടല്ലോ. പിന്നെ ആ ഇൻവേഴ്സിന്റെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അയ്യോ, സൈൻ ഇൻവേഴ്സ് 6 ഇല്ലേന്നോ? ഇതൊരു ഏകദേശം നോക്കിയ ഇൻവേഴ്സിന്റെ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഞാൻ വിട്ടു കേട്ടോ. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് വരുമ്പോ ജസ്റ്റ് ഇവിടെ ഈ താഴത്തെ ഈ കോസിന്റെ എന്താ, കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ -1/√1 -x² ആണ്. ഓക്കെ, -1/√1 -x². എന്നാ സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, ഇവിടെ ആ മൈനസ് ഒന്ന് മാറ്റിയാൽ മതി. അത് വെറും 1/√1 -x² ആണ്. ഓക്കെ, അപ്പോ എന്തുവാ, സൈൻ ഇൻവേഴ്സ് വരുമ്പോ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ മൈനസ് ആയിട്ട് അത് 1/√ എന്താ വരും, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താ 1/√1 -x² ആണ് കേട്ടോ. ഓക്കെ, കോസ് ഇൻവേഴ്സിന്റെ -1/1 -x² ആണ്. അത് ടാൻ ഇൻവേഴ്സ് അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഇവിടെ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ എന്താ -1/1 +x² അല്ലേ, രണ്ടും വിട്ടു വരുന്നു കേട്ടോ, സോറി കേട്ടോ. അതെന്ത് ചെയ്യാ, ഈ മൈനസ് ആയിട്ട് 1/1 +x². ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 1/1 +x² ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ എന്താണ് -1/, ഇവിടെ 1+ ആണ് കേട്ടോ, ഇവിടെ 1+. PDF ചെയ്തപ്പോ മിസ്റ്റേക്ക് പറ്റിയാണ്. ഓക്കെ, ക്ഷമിക്കുക. അപ്പോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ 1/√1 -x². കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ -1/√1 -x². ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് ആകുമ്പോഴോ 1/1 +x². കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ -1/1 +x². ഓക്കെ, -1/1 +x². ഇവിടെ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഇവിടെ മൈനസ് വേണ്ട കേട്ടോ, കൊസീക്കിന് മൈനസ്. ഓക്കെ, അത്ര ഒന്ന്
ഇത്രയും മിസ്റ്റേക്ക് വന്നുകൊണ്ട് ജസ്റ്റ് നോക്കാം. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, സോറി. ഓക്കെ, സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ചോദ്യം സാധ്യത കുറവാണ് പറഞ്ഞല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ 1/√1 മൈനസ് എക്സ് സ്ക്വയർ, 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, കോസ് വരുമ്പോ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു -1/√1 മൈനസ് എക്സ് സ്ക്വയർ കിട്ടുമല്ലോ. ഓക്കെ, അടുത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. എന്നാൽ കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു മൈനസ് കയറിയും -1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി കൊസീക്ക് ആണെങ്കിലോ, കൊസീക്ക് ആണെങ്കിൽ -1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ -1. സീക്ക് ആണെങ്കിലോ അവിടെ മൈനസ് ഇല്ല, 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ -1. ജസ്റ്റ് പഠിച്ചാൽ മതി, ചെയ്യാം, കാണാം. ഓക്കെ, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പ്രോബ്ലം ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഇത് ഡയറക്റ്റ് ഇത് തന്നെ ചോദിക്കുമെങ്കിലേ ഉള്ളൂ, പറഞ്ഞില്ല, അല്ലെ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഓക്കെ, ഓർമ്മിച്ചോടെ. അപ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ, കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ -1/1√1 മൈനസ് എക്സ് സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ, കോട്ട് ആണെങ്കിലോ കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ -1/1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത് സീക്ക് ആണെങ്കിൽ 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ -1. കൊസീക്ക് ആണെങ്കിലോ -1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ -1. ഇത്രയാണ് മെയിനായിട്ട് ആ ഡെറിവേറ്റീവ്സിലേക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലംസ് ഒന്ന് ശേഷം നോക്കാം. നോടാം, കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഒരു കോൺസ്റ്റന്റ് ടേം ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എപ്പോഴും അത് 0 ആയിരിക്കും, പറഞ്ഞിട്ടല്ലോ. അത് ആ ടേബിളിലൂടെ പഠിച്ചാൽ മതി. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് 0 ആണ്. ഓക്കെ, എക്സാമ്പിൾ കൊണ്ട് dx of 5 0, അല്ലെ -10 0, എത്ര വന്നാലും dx of 1000 എത്രയാണ്? അതും 0 ആണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഓക്കെ, ഓർമ്മിച്ചോടെ. പിന്നെ കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ അവിടെ? ആ കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക. കേട്ടോ, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ടേം എന്ത് ചെയ്യുക? പുറത്തങ്ങ് എടുക്കുക. ഫോർ എക്സാമ്പിൾ കെ ഇൻറ്റു സൈൻ എക്സ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അതിന് ഡെറിവേറ്റീവ് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം? കെ പുറത്തെടുക്കുക. കെ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഇങ്ങനെ നമ്മൾ കഴിയും. ഇത്ര ഉള്ള കാര്യം. അപ്പൊ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തെടുത്തിട്ട് മറ്റേ ഡെറിവേറ്റീവ് അങ്ങ് എടുക്കുക. ഗമിച്ചോടെ. പിന്നെ രണ്ട് ഫംഗ്ഷന്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് ഫംഗ്ഷൻ നമ്മളിവിടെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കും. ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കാം. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കും, കോസ് എക്സ്. അടുത്തോ ഈ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ആണ്, അല്ലേ? മൈനസ് സൈൻ എക്സ്. സിമ്പിൾ ആയിട്ട് തുടങ്ങി ഇങ്ങനെ ആ രണ്ട് ഫംഗ്ഷന്റെയും എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നോക്ക്. 5 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ലോഗ് എക്സ്. 5 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ രണ്ടും സെപ്പറേറ്റ് കൊടുക്കുക. 5 ഇൻറ്റു സൈൻ എക്സ് d/dx ഓഫ് 5 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് d/dx ഓഫ് ലോഗ് എക്സ് രണ്ടും സെപ്പറേറ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ ആ 5 എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 5 അങ്ങ് പുറത്തെടുത്ത് ഉണ്ടോ. എന്നിട്ട് d/dx ഓഫ് സൈൻ എക്സ് കൊടുത്ത് പിന്നെ d/dx ഓഫ് ലോഗ് എക്സ്. അടുത്ത് ആ 5 ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. പിന്നെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ് എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? ഇനി ഒന്നുകൂടെ d/dx ഓഫ് 2 ഇൻറ്റു e റേഷ്യോ എക്സ് മൈനസ് ടാൻ എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുക? രണ്ടും സെപ്പറേറ്റ്. 2 ഇൻറ്റു e റേഷ്യോ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പോ ഇവിടെ 2 എന്താ? 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2 പുറത്തെടുത്ത് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e റേഷ്യോ എക്സ് മൈനസ് d/dx ഓഫ് ടാൻ എക്സ് ആണല്ലോ. അപ്പോ ഇവിടെ എന്ത് ചെയ്യുക? 2 ഇൻറ്റു e റേഷ്യോ എക്സിന്റെ തന്നെയാണ്, e റേഷ്യോ എക്സ് തന്നെയാണ് കൊടുക്കുക. മൈനസ് ടാൻ എക്സിന്റെ ടാൻ എക്സിന് സീക്ക് സ്ക്വയർ എക്സ് ആണ്, അല്ലേ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഒന്ന് പഠിച്ചല്ലേ? ഓക്കെ, ഓർമ്മിക്കാം. ഇനി രണ്ട് ഫംഗ്ഷനെ പ്രോഡക്റ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ
രണ്ട് ഫംഗ്ഷനെ പ്രോഡക്റ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ റൂൾ അങ്ങ് പഠിച്ച് ചെയ്യുക. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. സയൻസ് എടുത്ത് പഠിച്ച ആൾക്കാർ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്തോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മൾ തരുന്ന ഫംഗ്ഷൻ ആണോ അത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എടുക്കുക, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ ആണോ? ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അല്ലെ. ഇപ്പം സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എടുക്കുക, സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ് എഴുതി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സെക്കൻഡ് നമ്മൾ കോസ് അല്ലേ, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് അടുത്ത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ എക്സിന്റെ കോസ് ആണ്. ഓക്കെ, മൈനസ് അത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താ സൈൻ സ്ക്വയർ എക്സ്. അടുത്ത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്. നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ചില ഓപ്ഷനിൽ എന്ത് ചെയ്യില്ല, അപ്പോൾ ഈ ഒരു ആൻസർ കാണണമെന്നില്ല. അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോസ് 2x ഫോർമുലയാണ് കേട്ടോ. ആ ട്രിഗണോമെട്രി എത്തുമ്പോൾ അതിൽ കേട്ടല്ലോ, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എന്താണ് കോസ് 2x ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. എന്നാൽ അവിടെ പ്ലസ് വന്നാലോ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വന്നാലോ എങ്കിൽ വാല്യൂ എന്തായിരിക്കും, ഒന്നായിരിക്കും കേട്ടല്ലോ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ ഒന്നായിരിക്കും, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ കോസ് 2x ആണ് കേട്ടല്ലോ. ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണോ, e3x ഇൻറ്റു സൈൻ 4x, e3x ഇൻറ്റു സൈൻ 4x. അപ്പൊ എന്ത് ചെയ്യാം, നേരത്തെ പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എഴുതി, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എഴുതി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ e3x എഴുതി, എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്നല്ലേ, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ 4x ആണല്ലോ. അപ്പോൾ സൈൻ 4x എന്ന് പറയുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് 4x എഴുതി. തീർന്നില്ല, നമ്മൾ ഇതുപോലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എക്സിന് പകരം വേറെ ഏതെങ്കിലും ടേം കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കുക. നമ്മൾ ഇതിന് ചെയിൻ റൂൾ എന്ന് പറയും, ചെയിൻ റൂൾ എന്ന് പറയും. ഓക്കെ കേട്ടോ. അതായത് നമ്മളിപ്പോ ഇവിടെ വെറും സൈൻ എക്സ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും നമ്മളിവിടെ കോസ് എക്സ് കൊടുക്കുമായിരുന്നു അല്ലോ. എന്നാൽ വെറും സൈൻ എക്സ് അല്ലല്ലോ, അവിടെ എക്സിന്റെ സ്ഥാനത്ത് 4x ആണ് കിടക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക, വീണ്ടും ആ 4x ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ സൈൻ 4x എന്ന് എഴുതി, കോസ് 4x എന്ന് എഴുതി, ഇൻറ്റു ആ 4x എന്താ 4x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 4x ഡെറിവേറ്റീവ് എന്താ 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് പറഞ്ഞല്ലോ, 1 ആണ്. അതുകൊണ്ടാണ് എന്താ ഇവിടെ 4 വന്നത്. അപ്പൊ e3x ഇൻറ്റു സൈൻ 4x ഡെറിവേറ്റീവ് എഴുതി, കോസ് 4x ഇൻറ്റു ഒരിക്കൽ കൂടെ 4 എടുത്തു. ഓക്കെ, ആ 4x ഡെറിവേറ്റീവ് എടുത്താണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ 4x എഴുതി, ഇൻറ്റു dx ഓഫ് e3x. നമ്മൾ പഠിച്ചല്ലോ e3x എന്താണ്, e3x തന്നെയാണല്ലോ. അപ്പൊ ഇവിടെ e3x ആയതുകൊണ്ട് ഡെറിവേറ്റീവ് അതിന്റെ കൊടുത്തവിടെ e3x. തീർന്നില്ല, e3x അല്ല ഇവിടെ 3x ആണ്. അപ്പൊ എന്ത് ചെയ്യുക, 3x ഡെറിവേറ്റീവ് ഒരിക്കലും എടുക്കുക. അപ്പൊ 3x ഡെറിവേറ്റീവ് ആണ് 3 എന്ന് പറഞ്ഞത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ഇട്ടേക്കുക, അല്ലെങ്കിൽ പുറത്തെടുക്കാൻ ഉണ്ടെങ്കിൽ പുറത്തെടുക്കുക കേട്ടല്ലോ. ഇവിടെ രണ്ടിടത്തും e3x ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട് e3x. അപ്പൊ e3x പുറത്തെടുത്തിട്ട് ബാക്കി ഇവിടെ 4 കോസ് 4x ഉണ്ട്, 3 ഇൻറ്റു സൈൻ 4x ഉണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ എക്സിന് പകരം വേറെ എന്ത് ടൈം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, വീണ്ടും ഒരിക്കലും സ്ക്വയർ എടുത്ത് പോവുക കേട്ടല്ലോ. ഓക്കെ, നോക്ക് ഇവിടെ അടുത്ത y = x² ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി x² ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് sec² x. അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് എഴുതി പോവാം. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് എഴുതി, ഇൻറ്റു അടുത്ത ഇവിടെ x² ഡെറിവേറ്റീവ്, x² എന്നാണ് 2x ആണ്. ഓക്കെ, അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, ഡയറക്റ്റിലോട്ടൊക്കെ പോവാം കേട്ടല്ലോ. ഓക്കെ, x² sec² x പ്ലസ് 2x ടാൻ എക്സ് എന്ന് എഴുതും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കോഷ്യന്റ് ഫോർമുലയാണ്. കോഷ്യന്റ് ഫോർമുല ചിലപ്പോൾ അത് നമുക്ക് ഇവിടെ തിരിഞ്ഞു പോകും. അതായത് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ഡിനോമിനേറ്റർ, ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മൾ ഡിനോമിനേറ്റർ dr നിർത്തേടാ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്
ന്യൂമറേറ്റർ. കണ്ടോ, ന്യൂമറേറ്റർ മേലത്തത് dx ഓഫ് ന്യൂമറേറ്റർ മേലത്ത് ഡിനോമിനേറ്റർ താഴത്ത് കേട്ടോ. ഫ്രാക്ഷണൽ ഫോം വരുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഡി ആർ ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ചിലപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചിലപ്പോൾ അങ്ങോട്ട് മാറി തിരിഞ്ഞാൽ പോവും കേട്ടോ. മാർക്ക് വരുന്നത് ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയല്ലോ താഴത്ത്, ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത് നമ്മൾ മേലിലത്ത് ആണല്ലോ. അപ്പൊ എപ്പോഴും താഴത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലിലത്ത്, എന്തോ താഴത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലിലത്തത് മൈനസ് മേലിലത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്ത്, അങ്ങനെയെങ്കിലും ഓർമ്മിച്ചിരിക്കുക. എന്തോ താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലിലത്തത് മൈനസ് മേലിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്ത്. ഓക്കെ, ഓർമ്മിച്ചിരിക്കാം. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇപ്പൊ ഡി ആറും എൻ ആറും എന്ത് ചെയ്യാ, ഡോക്ടർ എന്നും നഴ്സ് എന്നും എങ്കിലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കാം. കണ്ടല്ലോ, എപ്പോഴും ഡോക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അല്ലേ, ഡോക്ടറാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പം ഡി ആർ ആണ് ആദ്യം വരുന്നത്, അങ്ങനെ ഓർമ്മിച്ചിരിക്കുക. കണ്ടല്ലോ, ഓക്കെ. ഡി ആർ ഡോക്ടറാണ് എന്തായാലും ക്വാളിഫിക്കേഷൻ അങ്ങനെയാണല്ലോ കൂടുതൽ, അപ്പം ഡോക്ടറാണ് വലുത്, അപ്പൊ ഡി ആർ ആദ്യം എഴുതുക. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലത്തത് മൈനസ് മേലത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തത് ഹോൾ ഡിവൈഡ് ബൈ താഴത്തെ ഫംഗ്ഷന്റെ സ്കോറും കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ലിമിറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണാൻ പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ചോദിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ +1 ചാപ്റ്ററിൽ ഉള്ളതുകൊണ്ട് മാത്രം ജസ്റ്റ് തന്നേ ഉള്ളൂ കേട്ടോ. ലിമിറ്റ് നമുക്ക് സിലബസിലും ഇല്ല, ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, ലിമിറ്റ് ഇല്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം കേട്ടല്ലോ. ഓക്കെ, അതിന്റെ പ്രോബ്ലം ഇല്ലേ, മൊത്തത്തിൽ കുറച്ച് പ്രോബ്ലം ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പം ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എന്ത് ചോദിക്കണം, ഇപ്പൊ e⁻x അല്ലെ e⁻2x ബൈ sin 3x, വെറുതെ ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് മേലത്ത് അല്ലെ, ഡിനോമിനേറ്റർ ഇൻറ്റു sin 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലത്ത് നമ്മൾ dy/dx ഓഫ് e⁻2x മൈനസ് ഇനി മേലത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്ത് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ e⁻2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്ത് sin 3x സോറി, ഇവിടെ sin 3x ആണ്. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ sin 3x ന്റെ സ്ക്വയർ sin 3x ഇൻറ്റു e⁻2x എന്തിനാണ്, e⁻2x തന്നെയാണ്, പക്ഷെ തീർന്നില്ല, ഇൻറ്റു എന്തുകൂടെ കൊടുക്കുക, e⁻x വരുമ്പം ആ സെയിം കൊടുക്കുന്നല്ലോ. ഇവിടെ e⁻2x ആയതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, ആ 2x ഡെറിവേറ്റീവ് എടുക്കണം. 2x ഡെറിവേറ്റീവ് ആണ് 2 മൈനസ് e⁻2x ഇൻറ്റു sin 3x എന്താണ്, sin x cos x അല്ലേ, sin x cos x ആയതുകൊണ്ട് cos 3x തീർന്നില്ല, x പകരം 3x ആയതുകൊണ്ട് എഗൈൻ 3 കൊടുക്കുക. ദ ഹോൾ ഡിവൈഡഡ് ബൈ sin 3x സ്ക്വയർ എന്നാണ്, എന്ത് ചെയ്തു sin സ്ക്വയർ 3x കൊടുത്തേ ഈക്വൽ ടു ഒന്ന് അറേഞ്ച് ചെയ്തേ 2 ആദ്യം ചെയ്തേ 2 e⁻x sin 3x മൈനസ് 3 e⁻2x cos 3x by sin square 3x. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു e⁻2x ഉണ്ടല്ലോ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പുറത്തെടുത്ത് എഴുതാം. അത് നിങ്ങൾ ഓപ്ഷനിലുള്ള പോലെ എഴുതുക, e⁻2x ഇൻറ്റു 2 sin 3x മൈനസ് 3 cos 3x ദ ഹോൾ ഡിവൈഡഡ് ബൈ sin square 3x. ഞാൻ വീണ്ടും പറഞ്ഞു, മിക്കവാറും ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ആ ടേബിൾ ഒന്നല്ലോ,
അതിൽ നിന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ടേബിൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക പറഞ്ഞല്ലോ. അത് വെച്ച് എന്ത് ചെയ്യുക, അത് വെച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോകുന്നത്. ഓക്കെ, ഓർമ്മിക്കണേ. അപ്പൊ ഇതാണ് കോഷ്യന്റ് റൂൾ വെച്ച് നമ്മൾ ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തു പോകാൻ വേണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റില് സൈൻ ax plus b by cos ax plus cx plus b. Cos cx plus d equal to അതുപോലെ താഴത്തെ ഫംഗ്ഷൻ cos cx plus d എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലത്ത് ആണല്ലോ. ഡെറിവേറ്റീവ് ഓഫ് മേലത്ത് എന്ന് പറയുമ്പോൾ അവിടെ സൈൻ എക്സ് ആണല്ലോ, അവിടെ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് അല്ല, സൈൻ ഫോം ആണല്ലോ. അപ്പൊ സൈൻ എക്സിന്റെ നാടാ കോസ് അല്ലേ, കോസ് കൊടുക്കുക. കോസ് ആംഗിൾ അതുപോലെ അങ്ങ് കൊടുക്കുക. സൈനിന്റെ ഡെറിവേറ്റീവ് ഒന്ന് നോക്കുക, അത് വെച്ച് ബാക്കി അങ്ങ് എഴുതുക പറഞ്ഞല്ലോ. ഓക്കെ, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പൊ കോസ് എ എക്സ് പ്ലസ് ബി തീർന്നില്ല. അവിടെ എന്ത് ചെയ്യുക, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഏതോടെ കൊടുക്കുക, ഈ സാധനം എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കൊടുക്കുക. ഓക്കെ, എ എക്സ് എന്ന് പറയുമ്പം എക്സിന്റെ കൂടെ എ ആണല്ലോ. ഇപ്പൊ 2x എന്നപ്പോ എന്ത് വന്നു, ഡെറിവേറ്റീവ് 2 വന്നു. 3x ആണെങ്കിൽ 3 വന്നു അല്ലോ. അപ്പൊ എ എക്സ് ആകുമ്പോ എന്ത് വരും, എ എന്ന് വരും, എ. അപ്പോ അതിന്റെ ഡെറിവേറ്റീവ് ആയി. പ്ലസ് ബി എന്നല്ലേ, ബി എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഡെറിവേറ്റീവ് എന്താവും, 0 ആവും. കിട്ടും. അപ്പൊ ഡിനോമിനേറ്റർ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മേലത്ത് സൈൻ എ എക്സ് പ്ലസ് ബി ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വരും കോസ് വരുന്നല്ലോ. അപ്പൊ കോസ് എ എക്സ് പ്ലസ് ബി. ഇനി ബ്രാക്കറ്റിനകത്ത് ആ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് ആണ് എടുത്തത്. അപ്പോൾ എ എക്സിന്റെ എ എന്ന് വരും, ബിയുടെ എന്തായി പോടാ, അത് 0 ആയി പോയിക്കോളും. ഓക്കെ, ഇനി മൈനസ് ന്യൂമറേറ്റർ സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ കോസിന്റെ ഡെറിവേറ്റീവ് ആണ്. അവിടെ എന്ത് വരുടാ, കോസിന്റെ മൈനസ് ആണ്, മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി. ഓക്കെ, തീർന്നില്ല. വീണ്ടും എന്ത് ചെയ്യണം, ആ കോസിന് പകരം മൈനസ് സൈൻ കൊടുത്തതല്ലോ. ഇനി എന്ത് ചെയ്യാം, സി എക്സ് പ്ലസ് ഡി ഉണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ആ സി എക്സ് എന്ന് പറയുമ്പം അതിന്റെ ഡെറിവേറ്റീവ് തരുമ്പോൾ അവിടെ സി എന്ന് വരും. പിന്നെ ഡി എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും നേരത്തെ പോലെ. ദ ഹോൾ ഡിവൈഡ് ബൈ നമ്മൾ ഡിനോമിനേറ്റർ കോസ് അല്ലേ, അതിന്റെ സ്ക്വയർ. അപ്പൊ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി വരും. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തായി, കോസ് എ കോസ് സി എക്സ് പ്ലസ് ഡി കോസ് എ എക്സ് പ്ലസ് ഡി. ഇവിടെ ഈ മൈനസ് മൈനസ് എന്ന് പറയുക പ്ലസ് ആവേ, എന്നിട്ട് ആ സി അങ്ങ് ആദ്യം സി ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഡി. ദ ഹോൾ ഡിവൈഡ് ബൈ നമ്മുടെ ഇത് കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം, ടെക്സ്റ്റ് ഉള്ളവരും കൂടെ ചെയ്യാം. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇവിടെ പ്രോഡക്റ്റ് ആണല്ലോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്ന് പറയുമ്പം കോസ് എക്സ് ക്യൂബ് ആണല്ലോ, ഒരു ചെയിൻ പോലെ ചെയ്ത് പോവാ. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത് ആണല്ലോ. ആ സൈൻ ഫംഗ്ഷൻ സ്ക്വയർ ആണ് എടുക്കുന്നത്. അത് സ്ക്വയർ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, സ്ക്വയർ ആണെങ്കിൽ ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്താ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ് ഇല്ലേ. സ്ക്വയർ വരുമ്പോൾ 2 ഇൻറ്റു ആ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, 2 ഇൻറ്റു സ്ക്വയറിനെ മാറ്റണം, 2 ഇൻറ്റു നമ്മളെ 2x ആയിരുന്നല്ലോ, എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x. അപ്പൊ ഇവിടെ 2 ഇൻറ്റു സൈൻ കൊടുക്കുക എക്സ് റൈസ് ടു 5. കണ്ടോ? ഒന്നുകൂടാ, ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ക്യൂബ് ആയിരുന്നു ഇൻറ്റു
സെക്കൻഡ് ഫംഗ്ഷൻ എന്താ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ആയതുകൊണ്ട് നമ്മളിപ്പോ എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സ് സ്ക്വയറിന്റെ 2x ആണ് ഡെറിവേറ്റീവ്. അപ്പൊ 2 ഇൻറ്റു എന്ത് ചെയ്യാ, അവിടെ എക്സിന് പകരം ആ സൈനും കൊടുക്കുക, തീരുന്നില്ല, ഇൻറ്റു ഇനി എന്തുണ്ട്, നമ്മള് ആ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വെച്ച് എഴുതി ആണല്ലോ. ഇനി അടുത്തൊന്നുണ്ട്, അവിടെ സൈൻ ഇല്ലേ, ഈ ഇത്രയും സാധനം ഉണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കണം. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. ഓക്കെ, കോസ് ആംഗിൾ അതുപോലെ തന്നെ എക്സ് റേസ് ടു 5. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എഴുതി, കോസ് എഴുതി, തീരുന്നില്ല, വീണ്ടും ഒന്നുണ്ട്, ഈ എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, അത് എത്രയാണ്, 5 ഇൻറ്റു എക്സ് റേസ് ടു 4. ഓർമ്മേണ്ട പറഞ്ഞ n ഇൻറ്റു എക്സ് റേസ് ടു n-1. ഇത്രയും സാധനം വരും. ഒന്നുകൂടാ എങ്ങനെയാ, ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതാണ് ഡൗട്ട് വരുന്നത്. എങ്ങനെയാ, ആദ്യം ഇവിടെ സൈൻ ഫംഗ്ഷന്റെ സ്ക്വയർ ആണല്ലോ, സ്ക്വയർ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ 2x, ആ ഫോമിലാണല്ലോ. അപ്പൊ 2 ഇൻറ്റു ആ എക്സിന് പകരം സൈൻ ഫംഗ്ഷൻ കൊടുത്തു ഏല്ലോ. അപ്പൊ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വെച്ച് എഴുതി. ഇനി അവിടെ നിന്നുണ്ട്, അവിടെ സൈൻ ഉണ്ട് ആണല്ലോ, ആ സൈൻ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് എന്ത്, കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോസിനെ വെച്ച് ഡെറിവേറ്റീവ് എഴുതി, ആ സൈനിന്റെ ഡെറിവേറ്റീവ് എഴുതി, കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു, അപ്പൊ അതുമായി. ഇനി എന്നിട്ട് അകത്തുള്ള ആംഗിൾ ഇവിടെ എക്സ് റേസ് ടു 5 അല്ലേ, അപ്പോൾ എക്സ് റേസ് ടു 5 വരുമ്പോൾ 5 ഇൻറ്റു എക്സ് റേസ് ടു 4 എന്ന് വരും. അത്രയും തീരും. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പം അവിടെ കോസ് അല്ലേ, കോസ് അവിടെ എക്സ് ക്യൂബ് എന്നാണ്, ക്യൂബ് കോസിന് ബാധകമല്ല, കോസ് എക്സ് ക്യൂബ് എന്നാണ്. ഓക്കെ, എക്സിന്റെ ക്യൂബ് ആണേ. അപ്പൊ കോസിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തോടാ, മൈനസ് സൈൻ എന്ന് വരും, മൈനസ് സൈൻ ആംഗിൾ അതുപോലെ തന്നെ എക്സ് ക്യൂബ്. എന്നിട്ട് അടുത്ത് വേണം എന്ത് ചെയ്യാനായിട്ട്, ആ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട്. എക്സ് ക്യൂബിന്റെ എന്താണ് 3x സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, ഒന്ന് അറേഞ്ച് ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇവിടെ 5 ഉണ്ട്, 5ഉം ഇവിടെ 2 ഉണ്ടല്ലോ, 10 എന്ന് വരെ, 10 ഇൻറ്റു എക്സ് റേസ് ടു 4, ബാക്കി നേരത്തെ എഴുതിയേ, കോസ് എക്സ് ക്യൂബ് സൈൻ എക്സ് റേസ് ടു 5 കോസ് എക്സ് റേസ് ടു 5 പ്ലസ് ഇവിടെ മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് കൊടുക്കുക, മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 സൈൻ എക്സ് ക്യൂബ്. ഇത്രയും എന്തായി, അത് ചോദിക്കാനുള്ള സാധ്യത ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ചോദിക്കാനുള്ള ഓപ്ഷനൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഒക്കെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ PSCയുടെ കാര്യമുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇതിലും ആ പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. പറഞ്ഞല്ലോ, ഇത് വെച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം. പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ചെയ്യാം, ഇപ്പൊ കോസ് റൂട്ട് എക്സ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഡെറിവേറ്റീവ് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു അടുത്ത റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, അതായത് പറഞ്ഞില്ലേ, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് അവിടെ കണ്ടുപിടിച്ച് വേണം. പറഞ്ഞില്ല, റൂട്ട് എക്സിന്റെ എക്സ് റേസ് ഹാഫ് എന്ന് എടുത്തിട്ട് ചെയ്തോണം, പറഞ്ഞിട്ടല്ലോ. ഹാഫ് ഇൻറ്റു എക്സ് റേസ് ഹാഫ് മൈനസ് 1 വരും, ഓർമ്മയുണ്ടോ, നേരത്തെ ഒരിക്കൽ ചെയ്താണേ. അപ്പോൾ ഇവിടെ തരും -1/2 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ചെയ്തിട്ടുണ്ട്, നോക്കിയുള്ള പറഞ്ഞല്ലോ. അപ്പൊ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ് ആണ് ഓർമ്മിച്ചോണേ. ഓക്കെ, റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 ഇൻറ്റു എക്സ് റേസ് ഹാഫ് എന്ന് വരും, കണ്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണം. ഓക്കെ, എത്രയാണ് കോസ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കഴിവതും എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കിയേക്കുക, കേട്ടല്ലോ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരും. എന്ന് വെച്ചാൽ അത്രയും സമയം തരണം നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് അവിടെ +2-ന് അവിടെ അവർക്ക് എന്താ ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ലോഗരിതം വെച്ച് ചെയ്യാനുണ്ട്. നമുക്ക് ലോഗ് വരുന്ന 1-2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ഷോർട്ട് കട്ട് 1-2 എളുപ്പം വെച്ച് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് പോവാം കേട്ടോ.
അല്ല ബാക്കിയൊന്നും തീരെ ഡീപ്പായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് അതിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ ഒന്നുകൂടെ പ്രോബ്ലം എന്നുള്ളത് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സിന്റെ -1, ഇവിടെ എക്സ് പ്ലസ് 1/xന്റെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 1/xന്റെ -1/x² വരും. 1/x നമ്മൾ നേരത്തെ ചെയ്തു തോന്നും, അത് ഓർമ്മിച്ചോണേ. ഓക്കെ, പിന്നെ അതൊക്കെ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ് ഇൻറ്റു ഫസ്റ്റത്തെ എക്സ് അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് 1 കണ്ടോ, കൊടുത്ത് ചെയ്യാം. പിന്നെ കൊസീക് എക്സ് കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ കൊസീക് എക്സ് ആണ് എഴുതി ഇൻറ്റു കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോട്ടെക്സ് ആണ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ കൊസീക് എക്സിന്റെ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ്. ഇതൊക്കെ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് എന്ത് ചെയ്യുക, കഴിഞ്ഞ ആ ടേബിളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക വീഡിയോ കാണുക പറഞ്ഞോ. ഓക്കെ, ബാക്കി എന്ത് ചെയ്യുക ഇൻഡ്യൂസ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടല്ലോ. പിന്നെ എക്സ് പ്ലസ് 1/x ഇവിടെ നമ്മൾ ആ കോഷ്യന്റ് റൂൾ വെച്ച് ഇവിടെ ഡിനോമിനേറ്റർ എക്സ്, ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ്. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എവിടെ ഉണ്ടേ, എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണല്ലോ, ബാക്കി പ്ലസ് 1 അല്ലേ. 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, അത് എന്തായി പോകും, അത് 0 ആയി പോയിക്കോളും. ഓക്കെ, ഇപ്പൊ എക്സിന്റെ 1 വരും മൈനസ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ എഴുതുക, എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ താഴത്തെ ഫംഗ്ഷനുടെ എക്സ് അല്ലേ, എക്സിന്റെ 1 ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇപ്പൊ എക്സ് ഇൻറ്റു ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഒന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ അതുപോലെ തന്നെ കൊടുക്കുക. ബാക്കി ഇവിടെ എക്സ് മൈനസ് അതോടെ വരുമ്പോൾ മൈനസ് എക്സ് -1 വരും. എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോയിട്ട് -1/x² കിട്ടും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ അല്ലാത്ത ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ UPSC നിലവാരത്തിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് നമ്മുടെ ഇപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സെട്രാ ഇങ്ങനെ ഇൻഫിനിറ്റി. ഓക്കെ, ഒയ്ക്കൽ ഇത് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഒയ്ക്കൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് കാണാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇവിടെ ഏത് ഫംഗ്ഷൻ ആണുള്ളത് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിവൈഡ് ബൈ 2y - 1 കൊടുക്കുക. ഓക്കെ, അതായത് ആ റൂട്ടിനകത്ത് ഏത് ഫംഗ്ഷൻ ഉണ്ടോ അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക, ഡിവൈഡ് ബൈ എന്താ പറയുക 2y - 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഫംഗ്ഷൻ ആണല്ലോ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇപ്പൊ 1/2y - 1 എന്ന് വരും. ഓക്കെ, ഒരെണ്ണം ഇവിടെ നമുക്ക് പെർ റൂട്ട് ഓഫ് y = പെർ റൂട്ട് ഓഫ് സൈൻ വെച്ച് സൈൻ എക്സ് പ്ലസ് അഗൈൻ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് എക്സെട്രാ ഇൻഫിനിറ്റി ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്ത് കോസ് എക്സ് ബൈ 2y - 1 ആയിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരെണ്ണം ഇവിടെ y = ലോഗ് വെച്ച് ചെയ്താലോ, ലോഗ് എക്സ് വെച്ച് ലോഗ് എക്സ് ഇതുപോലെ ഓക്കെ ഗുണേ ഈക്വൽ ടു എന്ത് ചെയ്യാ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/x ഡിവൈഡ് ബൈ 2y - 1. ഓക്കെ, റെസിപ്രോക്കലൊക്കെ കൊടുത്ത് എഴുതുമ്പോൾ 1 എങ്ങനെ വരാം, എക്സ് ഇൻറ്റു 2y - 1 എന്ന് വരും. ഓക്കെ, ഇതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ. ഓക്കെ, ഈ ഒരു മോഡൽ വരുമ്പോൾ ഓർമ്മിക്കാമല്ലോടാ, എളുപ്പമാണ്. ഇപ്പൊ f'(2y - 1) ആ ഫോമിലാക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ +2 അവർക്ക് +2 പഠിക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. f(x) റൈസ് ടു
ജി ഓഫ് എക്സ് ഈ ഒരു ഫോമിൽ വരുന്നത്. ഓക്കെ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് ഈ ഒരു ഫോമിൽ വരുന്ന ടൈപ്പ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആ സെയിം സാധനം അതുപോലെ അത് ചെയ്ത് എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ്. ഓക്കെ, നമ്മുടെ സെയിം ആ ഫംഗ്ഷൻ എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഫംഗ്ഷൻ ആണോ തരുന്നത് അത് അതുപോലെ അങ്ങ് എഴുതുക. ഓക്കെ, ഇൻറ്റു എന്ത് ചെയ്യുക, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫിന്റെ ഡെറിവേറ്റീവ്. അത് കാണാൻ ഇത്തിരി പ്രശ്നം തോന്നും. ഓക്കെ, ശീലമായിക്കോളും, പഠിച്ചാൽ മതി. ഓക്കെ, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് ലോഗരിതം ലോഗ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്. ഓക്കെ, അപ്പോ ഈ ഒരു ഫോമിൽ വരുമ്പോൾ ആദ്യം ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണോ അത് അതുപോലെ എഴുതുക, എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ്. ഓക്കെ, ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് ലോഗ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ്. ഓക്കെ, കൊടുക്കാമല്ലോ. അപ്പോ ഈ ഒരു മോഡൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ. ആദ്യം എക്സ് റൈസ് ടു എക്സ് എളുപ്പമുള്ള തോന്നിയിടാം. എക്സ് റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യടാ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആ ക്വസ്റ്റ്യൻ എന്താണോ അത് അതുപോലെ എഴുതുക, എക്സ് റൈസ് ടു എക്സ് അത് അതുപോലെ എഴുതി ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് അല്ലേ. ഇവിടെ ജിയും എഫും എന്തിനാടാ, ജിയും എഫും എന്തിനാണ്, എക്സ് തന്നെയാണ് ആണല്ലോ. അപ്പൊ അവിടെ എന്ത് വരും, എക്സ് ബൈ എക്സ് തന്നെ വരും ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, എഫ് എക്സ് ആണല്ലോ, ആ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ആ തന്നിട്ടുള്ള എഫ് എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷൻ ആണോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ലോഗ് അവിടെയും എഫ് ഓഫ് എക്സിന്റെ അവിടെ എക്സ് കൊടുത്ത് ഇൻറ്റു ജി ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുമ്പോൾ എന്തിനാണ് അവിടെ എക്സ് ആണല്ലോ, ഡെറിവേറ്റീവ് 1 കൊടുക്കുക ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഇവിടെ എക്സ് ബൈ എക്സ് വരും 1 പ്ലസ് ലോഗ് എക്സ്. അതുപോലെ ഇനി ഇതുപോലെ ഒരെണ്ണ സൈൻ എക്സ് റൈസ് ടു എക്സ്. ഓക്കെ, നോക്കാം. ഇപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ സൈൻ എക്സ് റൈസ് ടു എക്സ് എഴുതി. ഇനി അവിടെ എഫ് ഏതാ, എഫ് എന്ന് പറയുമ്പം സൈൻ എക്സ് ആണ്, ജി എന്ന് പറയുമ്പം എക്സ് ആണ് ആണല്ലോ. കൊടുക്കുക മേലിലും തോന്നിടാ ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ, ഇൻറ്റു എഫിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ. എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എഫിയുടെ സൈൻ എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് എക്സ് എന്ന് വരും, കോസ് എക്സ്. ഓക്കെ, ഇനി പ്ലസ് ലോഗ് എഫ് ഓഫ് എക്സ് സൈൻ അല്ലേ, ലോഗ് സൈൻ എക്സ് ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ് എന്താ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ എന്താ ഈ കോസ് ബൈ സൈൻ എന്തോടാ, കോസ് ബൈ സൈൻ എന്ത് വരും, കോസ് ബൈ സൈൻ എന്ന് വെച്ചാൽ കോട്ടാണ് അല്ലെ, കോട്ടെക്സ് ബൈ എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് കൊടുക്കാം അവിടെ പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് വരും. കേട്ടോ. ഓക്കെ, ഇനി ലോഗരിതം വെച്ചുള്ള ഒരെണ്ണം കൂടെ എഴുതാം. ഇപ്പോ എക്സ് റൈസ് ടു ലോഗ് എക്സ്, എക്സ് റൈസ് ടു ലോഗ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സ് ആണ് ആണല്ലോ. അപ്പോ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു ലോഗ് എക്സ് എഴുതി ഇൻറ്റു ജി ബൈ എഫ് ആണല്ലോ, ജി ബൈ ലോഗ് എക്സ് ബൈ എക്സ് ഇൻറ്റു എഫിന്റെ ഡെറിവേറ്റീവ്, എഫിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഫ് എക്സ് ആണല്ലോ, ഡെറിവേറ്റീവ് 1 പ്ലസ് ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ആണല്ലോ, എക്സ് എഫ് ഓഫ് എക്സിന് കൊടുത്തു. ഓക്കെ, ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ്, ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ലോഗ് അല്ലേ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ് കൊടുത്തത് ഈക്വൽ ടു എക്സ് റൈസ് ടു ലോഗ് എക്സ്
ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ് എന്ന് വരും. ഇൻറ്റു ഒന്നല്ലേ, പ്ലസ് ഇവിടെ ലോഗ് എക്സ് ബൈ എക്സ് തന്നെ കിട്ടും. ഓക്കെ, ഈക്വൽ ടു എക്സ് റൈസ് ടു ലോഗ് എക്സ് ഇൻറ്റു നമുക്ക് സെയിം ടൈമിലടാ 2 ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ് നമുക്ക് കൊടുക്കാം. രണ്ടും ഒരേ ടൈം അല്ലേ, അതുകൊണ്ട് ഓക്കെ ഈക്വൽ ടു ഒന്നിൽ ഇങ്ങനെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാടാ, ഇവിടെ മേലില് എക്സിന് ടൈം ഉണ്ട്, താഴെയും എക്സിന് ടൈം ഉണ്ടല്ലോ. അതായത് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്താ, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ, അങ്ങനെ ഇവിടെ എക്സ് റൈസ് ടു ഇവിടെ എമ്മിന് പകരം ലോഗ് എക്സ് ഉണ്ട്, താഴെ വെറും എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് റൈസ് ടു ലോഗ് എക്സ് മൈനസ് 1 എന്ന് കൊടുക്കാം. ഇൻറ്റു 2 ലോഗ് എക്സ് എന്ന് പറയുമ്പോ ലോഗ് എക്സ് സ്ക്വയർ എന്നും കൊടുക്കാൻ. അതായത് എ ഇൻറ്റു ലോഗ് എക്സ് ആണെങ്കിൽ എന്താ, ലോഗ് എക്സ് റൈസ് ടു എ എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ എഴുതാം പറഞ്ഞല്ലോ. ഓക്കെ, ഒരു ഇക്വേഷൻ ആണ്. എ ഇൻറ്റു ലോഗ് എക്സ് ആണെങ്കിൽ ലോഗ് എക്സ് റൈസ് ടു എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് അവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓക്കെ, നമ്മൾ സാധനം എങ്ങനെയാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നോ, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നോ, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് എന്നോ ഇങ്ങനെ കൊടുക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചത്. അവിടെ എന്ത് ചെയ്യടാ, അതായത് ഇപ്പോ എന്താ പറയാ, ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു സൈൻ 2x ആണ് വിചാരിക്കാം. y ഈക്വൽ ടു സൈൻ 2x ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് dy ബൈ dx ഈക്വൽ ടു, ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് dy ബൈ dx കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. ഈക്വൽ ടു സൈൻ 2x അല്ലേ, സൈൻ ഫംഗ്ഷൻ ആണുള്ളത്, സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ്. അപ്പൊ കോസ് 2x ഇൻറ്റു തീനില്ല, സൈൻ എക്സിന്റെ ആണ് കോസ് എക്സ് ആണല്ലോ. ഇവിടെ എക്സിന് പകരം 2x ആയതുകൊണ്ട് എന്ത് ചെയ്യാ, ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓർമ്മയാണേ. അപ്പൊ എന്ത് കിട്ടും, 2 കോസ് 2x എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യടാ, നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, ഡി ബൈ ഡി എക്സ് ഉണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ 2 കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തങ്ങ് എടുക്കാം. ഇനി കോസ് 2xന്റെ കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസിന്റെ മൈനസ് സൈൻ ആണ്. ഓക്കെ, മൈനസ് സൈൻ 2x തീർന്നില്ലല്ലോ, വീണ്ടും 2xന്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ, 2 ഈക്വൽ ടു മൈനസ് 4 സൈൻ 2x എന്ന് കിട്ടും. ഓക്കെ, ഇതൊരു ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്ത് ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കുക. ആ ഒരു വ്യത്യാസമുള്ളൂ പറഞ്ഞല്ലോ. ഓക്കെ, ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് അങ്ങ് എടുക്കുക. ഓക്കെ, ഏതൊന്നാലും ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ആ സ്ട്രേറ്റ് ലൈൻ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പഠിക്കുകയാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഈക്വൽ ടു അതെന്താ, ഡി വൈ ബൈ ഡി എക്സ് ആണ് കേട്ടല്ലോ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. അതായത് ഇപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്നായിരിക്കും, ഇക്വേഷൻ ഓഫ് ലൈൻ ഈക്വൽ ടു y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x. ഓക്കെ, y ഈക്വൽ എക്സ് ക്യൂബ് പ്ലസ് 3x എന്നിട്ട് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓടിക്കാൻ ചോദിക്കാം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അപ്പൊ എന്താ, ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണല്ലോ, 3 എത്ര ഉള്ളൂ, ഡി ബൈ ഡി എക്സ്. ഇതാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കണോ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് ഒരു ഗിവൺ പോയിന്റിൽ തന്നിരിക്കും പറഞ്ഞല്ലോ. ഓക്കെ, ഒരു ഗിവൺ പോയിന്റ് വന്നിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. ഗിവൺ പോയിന്റ് തരാണെങ്കിൽ അവിടെ ഇപ്പൊ 2,0 ആണെന്ന് ചോദിച്ചോ പോയിന്റ്. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ എക്സിന്റെയും വൈയുടെയും ടേം കാണും പറഞ്ഞല്ലോ. ഓക്കെ, ഇത് കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും അഥവാ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്നിട്ട് അറ്റ് ഒരു ഗിവൺ പോയിന്റ് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പോയിന്റ് എടുത്ത് ആ എക്സിന് വൈക്കും കൊടുക്കുക കേട്ടല്ലോ. ഓക്കെ,
ഇവിടെ ഇപ്പം എക്സിന് ടൈം മാത്രം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, എക്സിന് 2 അങ്ങ് കൊടുക്കുക. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താ എക്സിന്റെ ഒയുടെയും വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സിന് ഒയ്ക്കും ആ പോയിന്റും കൊടുക്കുക. അത്ര ഡീപ്പായിട്ട് പോകാനുള്ള സാധ്യത ഇല്ല കേട്ടല്ലോ, ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പഠിക്കുന്നത് ഓക്കെ വെച്ചിരിക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ് എന്ത്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഓക്കെ. ഒരു ഫംഗ്ഷൻ തന്നിരിക്കും, എന്നിട്ട് ഇക്വേഷൻ ലൈൻ എന്ന് പറയുന്നത് തന്നിട്ട് എന്ത് അതിന്റെ സ്ലോപ്പ് ആയിരിക്കും ചോദിക്കുന്നത്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചാൽ. ഓക്കെ. പിന്നെ സ്ലോപ്പ് ഓഫ് നോർമൽ, സ്ലോപ്പ് ഓഫ് നോർമൽ കാണാൻ വെച്ച് കേട്ടോ. സ്ലോപ്പ് ഓഫ് നോർമൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, -1 ഡി വൈ ബൈ ഡി എക്സ് ആണ് കേട്ടോ. -1 ഡി വൈ ഡി എക്സ് ആണ്. ഓക്കെ. ഇതുകൊണ്ട് ശേഷം പറഞ്ഞു വയ്ക്കാം, അതായത് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നിരുന്നാലും ഡെറിവേറ്റീവിന് വരുന്നതുകൊണ്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടല്ലോ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് നോർമൽ ഇതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും ആ തുടങ്ങുന്ന ടേബിൾ ഞാൻ വീണ്ടും പറഞ്ഞു, ആ ടേബിള് കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുക, കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക, ബേസിക് ഡെറിവേറ്റീവ്സ്. അതായത് ആ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുന്നതും കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്യുന്നതും പിന്നെ എക്സ് n വെച്ചുള്ള ആ ഒരു ടൈപ്പ് കുറച്ചുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. മിക്കവാറും 90% ആ ഒരു ഏരിയ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. ഓർമ്മിച്ചോണേ, എന്താടാ ആ പ്രൊഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, പിന്നെന്താ നമ്മുടെ ആ ചെയിൻ റൂൾ വെച്ച് ഓർമ്മ ചെയ്ത് പോയില്ലേ, അങ്ങനത്തെ ആ ടൈപ്പ് ഒക്കെ അതൊക്കെ അത്, പിന്നെ എക്സ് n വെച്ചുള്ളത് കേട്ടല്ലോ. അപ്പൊ അതെല്ലാം ചെയ്യണമെങ്കിൽ ആ ടേബിൾ പഠിച്ചേ പറ്റൂ. ഓക്കെ. അതൊന്നും പഠിച്ചു വെച്ചിരിക്കുക പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ മെയിനായിട്ടും ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കുക പറഞ്ഞല്ലോ. എന്നിട്ട് ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക കേട്ടല്ലോ. ആ മറ്റേ നമ്മള് ആ പവർ വെച്ച് ചെയ്തല്ലോ, എക്സ് സൈൻ എക്സ് ആ ഒരു മോഡലൊക്കെ ചെയ്തല്ലോ, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് അതാ. അതുപോലെ ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് ഒന്ന് നോക്കി വെച്ചിരിക്കാം. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ടേബിള്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ. ഓക്കെ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, വർക്ക്ഔട്ട് ഡെറിവേറ്റീവ് കാണാനുള്ള പറഞ്ഞല്ലോ, ചെയ്ത് പഠിക്കുക. കിട്ടാത്ത ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ. താങ്ക് യു.